ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി 2020 ഒരു റിയൽ സ്റ്റോറിയെ ബേസ് ചെയ്തെടുത്തിട്ടുള്ള ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ മൂവിയാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. 2020 പുറത്തിറങ്ങിയ ലോസ്റ്റ് ഗേൾസ് എന്ന് പറഞ്ഞൊരു മൂവി. ഓക്കെ, ഇതിലും കൂടുതലും വേറൊന്നും ഈ മൂവിയെ പറ്റി എന്തായാലും പറയാനില്ല. എന്താണ് ഈ സ്റ്റോറിയിൽ സംഭവിച്ചത് എന്ന് നിങ്ങൾ കണ്ടു തന്നെ മനസ്സിലാക്കുക. അതിനു മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അതേപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ടായിട്ടുള്ള ഒരു ലൈക്കും. ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ അധികം താമസിക്കാതെ നമുക്ക് എന്തായാലും നേരെ ഈ സ്റ്റോറിയിലേക്ക് പോയാലോ. ഈ കഥയുടെ തുടക്കത്തിലെ രാത്രി സമയത്ത് ഇരുട്ടിൽ നിന്നൊരു പെൺകുട്ടി റോഡിലേക്ക് നല്ല പേടിച്ചോടുകയാണ്. അവളുടെ പിറകെ തന്നെ ഒരു കാറ് അവളെ ഫോളോ ചെയ്ത് വരുന്നുണ്ട്. ഈ പെൺകുട്ടിയാണെങ്കിൽ നല്ല പേടിച്ചിട്ട് കുറേ ദൂരം ഓടുന്നതും കുറച്ച് കഴിഞ്ഞിട്ട് ആ ഒരു പെൺകുട്ടി അവിടെ കാണാനില്ല. പിന്നീട് എന്താണ് സംഭവിച്ചെന്നും നമുക്ക് കാണിക്കുന്നില്ല. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഈ സ്റ്റോറി തുടങ്ങുന്നത് 2010 ന്യൂയോർക്കിലെ എലൻ വില്ലെ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് നിന്നാണ്. ഇവിടെ വെച്ചാണ് മാരി എന്ന് പറഞ്ഞൊരു മിഡിൽ ഏജ് ആയിട്ടുള്ള വുമനെ നമ്മൾ കാണുന്നത്. തന്റെ കുടുംബത്തെ നോക്കാൻ വേണ്ടി നല്ലതുപോലെ കഷ്ടപ്പെടുന്നു. അതും തന്റെ കുടുംബത്തെ സംരക്ഷിച്ച് കൊണ്ടുപോകാൻ വേണ്ടി ഇങ്ങനെ കഷ്ടപ്പെടുന്ന ഒരു സ്ത്രീയാണ് മാരി. അങ്ങനെ ഒരു ദിവസമാണ് തന്റെ മകൾ പഠിക്കുന്ന സ്കൂളിൽ നിന്നും ഒരു കോൾ വരുന്നത്. അവർ പറയുന്നത് സ്കൂളിലൊരു കാര്യം സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ വിവരം അറിഞ്ഞിട്ട് മാരി നേരെ സ്കൂളിലേക്ക് ചെല്ലുമ്പോൾ ടീച്ചർമാർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവളുടെ സ്കൂൾ ബുക്കുകൾ അതേപോലെ തന്നെ തുണി ഈ കാര്യങ്ങളെല്ലാം ബാത്റൂമിലിട്ട് സാറെ കത്തിച്ചു എന്നാണ്. അതുമല്ല അവൾക്ക് മാനസികമായിട്ട് എന്തൊക്കെയോ പ്രശ്നങ്ങളുള്ളതുപോലെ, അതുകൊണ്ട് നിങ്ങൾ ഉടനെ തന്നെ ഒരു ഡോക്ടറെ കാണിക്കണമെന്നും മാരിയോട് പറയുന്നുണ്ട്. അങ്ങനെ സാറെ നേരെ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് അത് കഴിഞ്ഞ് മാരി തന്റെ അടുത്ത മകളായിട്ടുള്ള ഷാനനെ വിളിക്കുകയാണ്. ഷാനനെ വിളിച്ചിട്ട് തനിക്ക് ഫൈനാൻഷ്യൽ ആയിട്ടുള്ള കുറച്ച് ഇഷ്യൂസ് ഉണ്ട്, അതുമല്ലാതെ വീട്ടിൽ നല്ല ഇതിൽ പണമില്ല, അതുകൊണ്ട് അമ്മ എനിക്ക് കുറച്ച് പണം വേണമെന്ന് ഷാനോൻ ചോദിക്കുമ്പോഴത്തേക്കും മാരി പറയും ഓക്കെ, അങ്ങനെയാണെങ്കിൽ നീ അടുത്ത ദിവസം വീട്ടിലേക്ക് വാ, വീട്ടിൽ വെച്ച് പണം തരാന്ന് പറയുന്നതും അവൾ ഓക്കെ പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നു. അത് കഴിഞ്ഞ് അന്ന് രാത്രിയാകുമ്പോൾ മാരി ഷാനോന്റെ കുട്ടിക്കാലത്തെ വീഡിയോസ് എല്ലാം വീട്ടിൽ പ്ലേ ചെയ്ത് കാണുന്നുണ്ട്. ആ സമയത്താണ് ഇതിനിടയ്ക്കുള്ള ഒരാളും കൂടിയുണ്ട്. മാരിക്ക് മൊത്തം 3 പെൺകുട്ടികളാണ്. ഇതിൽ നടുവിലുള്ള ആളുടെ പേര് ഷെറി. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം രാത്രി തന്നെ ഇവരെല്ലാവരും ഡിന്നറെല്ലാം റെഡിയാക്കി കാത്തിരിക്കുകയാണ്. അത് ഷാനോൻ വരുമ്പോഴത്തേക്ക് ഒരുമിച്ചിരുന്ന് കഴിക്കാൻ വേണ്ടി. അങ്ങനെ രാത്രിയാവുന്നതും ഇവർ ഒരുപാട് നേരം ആ ഒരു ഫുഡിനടുത്ത് തന്നെ ഇരിക്കുന്നു ഷാനോൻ വരാൻ വേണ്ടി. പക്ഷേ സമയം കഴിഞ്ഞു പോകുന്നതല്ലാതെ ഷാനോൻ ഒരിക്കലും അവിടേക്ക് വരുന്നില്ല. ഇതവരെ നല്ലതുപോലെ നിരാശപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ രാത്രിയാവുന്നതും മാരി കാർ കൊടുത്ത് വെളിയിലേക്ക് പോകുന്നു. ഷാനോൻ ഇതുവരെയും വരാത്തത് കൊണ്ട് തന്നെ ഷെറിയാണെങ്കിൽ ഷാനോനെ വോയിസ് മെസ്സേജ് അയക്കുന്നുണ്ട്. നീ അമ്മയെ ഒരുപാട് വിഷമിപ്പിച്ചു, നീ വരാന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ടാണ് വരാഞ്ഞെന്നല്ല ചോദിച്ച് അവളും വോയിസ് മെസ്സേജെല്ലാം അയക്കുന്നുണ്ട്. അങ്ങനെ അടുത്ത ദിവസം ആവുന്നത് മാരിക്കൊരു കോൾ വരുന്നു. എടുത്ത് സംസാരിക്കുമ്പോഴത്തേക്കും അതൊരു ഡോക്ടറാണ്. ഇതുപോലെ ഷാനോന്റെ വീടാണെന്ന് ചോദിക്കുമ്പോൾ മാരി പറയും സോറി, ഷാനോൻ 12 വയസ്സ് മുതൽ ഇവിടെയല്ല താമസിച്ചത്, അവൾ എന്തെങ്കിലും പണം തരാനുണ്ടെങ്കിൽ സോറി ഞങ്ങൾക്കത് തരാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുന്നതും ഷെറി അവിടേക്ക് വന്നിട്ട് പറയുന്നുണ്ട് അമ്മ ഇന്നലെ എന്നെ ഷാനോന്റെ കാമുകം വിളിച്ചിരുന്നു, എന്നിട്ട് ഷാനോൻ ഇവിടെ വന്നോ എന്നുള്ള കാര്യം എന്നോട് ചോദിച്ചു എന്ന് പറയുമ്പോൾ മാരി വിചാരിക്കുന്നത് എന്താണ്, ഷാനോൻ അത്രയും തിരക്കുള്ള ഒരാളായിരിക്കും, അതുകൊണ്ടാണ് അവൾ വീട്ടിൽ പോലും വരാത്തത് എന്നുള്ള രീതിയിൽ അവൾ കാര്യമാക്കാതെ അകത്തേക്ക് കയറിപ്പോവും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ 48 മണിക്കൂർ കഴിഞ്ഞു. ഇതുവരെ ഷാനോൻ ഇവരേക്ക് വരികയോ അല്ലെങ്കിൽ വിളിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ മാരിയും കുടുംബവും ഇപ്പോൾ നല്ലതുപോലെ ടെൻഷനാവും. അത് കഴിഞ്ഞിട്ട് ഇവർ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയിട്ട് ഒരു കംപ്ലൈന്റ് കൊടുക്കുകയാണ്. ഇതുപോലെ എൻ്റെ മകള് ഷാനോൻ വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ വന്നിട്ടില്ല. അതേപോലെ തന്നെ 2 ദിവസം മുന്നേ ഒരു ഡോക്ടറെ വിളിച്ചിട്ട് അവളെ അന്വേഷിച്ചിരുന്നു. പക്ഷെ ഇത്രയൊക്കെ പറഞ്ഞിട്ടും ആ ഒരു പോലീസുകാരി ഇത് വലിയ കാര്യമാക്കി എടുക്കുന്നില്ല. അങ്ങനെ മാരി തന്റെ മക്കളെയും കൂട്ടിയിട്ട് നേരെ പോകുന്നത് സെൽഫോൺ കമ്പനിയിലേക്കാണ്. അവിടെ ചെന്നിട്ട് ഷാനോണിന്റെ ഫോൺ റെക്കോർഡുകളുണ്ടല്ലോ അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ് ചോദിക്കുമ്പോഴത്തേക്കും അവർ പറയും സോറി, നിങ്ങളുടെ മകള് നിങ്ങളോടൊപ്പം തന്നെയല്ലേ, അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരിക്കലും ആ ഒരു റെക്കോർഡുകൾ തരാൻ കഴിയത്തില്ല എന്ന് പറയുമ്പോൾ മാരി പറയും ഇല്ല, എന്റെ മകളെ കാണാനില്ല, പോലീസാണെങ്കിലോ ഇതിനെപ്പറ്റി ഒന്നും അന്വേഷിക്കുന്നത് പോലുമില്ല, അതുകൊണ്ട് എന്റേതായിട്ടുള്ള വഴിയിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയുമ്പോഴാണ് ഇവിടെ അടുത്തൊരു ട്വിസ്റ്റ്. എന്താന്ന് വെച്ചാൽ ഷാനോണിന് 5 സ്മാർട്ട് ഫോണുകൾ ഉണ്ടെന്ന് ഇപ്പൊ ആ ലേഡി പറയുന്നതും ഇത് കേട്ട മാരി തന്റെ മക്കളെയും കൂട്ടിയിട്ട് പെട്ടെന്ന് വെളിയിലേക്ക് ഇറങ്ങാണ്. അത് കഴിഞ്ഞിട്ട് ഇവരെല്ലാവരും പോകുന്നത് ഷാനോന്റെ ബോയ് ഫ്രണ്ടിനെ കാണാൻ വേണ്ടി. അവന്റെ പേര് അലക്സ് എന്നാണ്. അവനോട് ചോദിക്കുമ്പോഴത്തേക്കാണ് ഷാനോൻ ഒരു ലോങ് ഐലൻഡിൽ ജോലി ചെയ്യാനായിട്ട് പോയി. പിന്നീട് കുറെ നാളായിട്ട് ഞാൻ അവളെ കണ്ടിട്ടില്ല, നിനക്ക് എന്തെങ്കിലും വിവരം അറിയണമെന്നുണ്ടെങ്കിൽ അവളെ കൊണ്ടാക്കി ആ ഒരു ഡ്രൈവറിനോട് ചോദിക്കണം, കാരണം ആ ഡ്രൈവറാണ് അവളെ അവിടെ നിന്ന് തിരിച്ചു കൊണ്ടുവരേണ്ടത്. അപ്പോൾ ഷെറി പെട്ടെന്ന് അലക്സിനോട് പറയും പക്ഷെ നിങ്ങൾ പ്രണയത്തിലായിരുന്നപ്പോൾ നീ അവളെ ഒരുപാട് ഉപദ്രവിക്കായിരുന്നല്ലോ എന്തെല്ലാം പറഞ്ഞിട്ട് അവള് ദേഷ്യപ്പെടുമ്പോഴത്തേക്കും അലക്സ് പെട്ടെന്ന് എഴുന്നേറ്റ് ഹേയ് നിനക്കറിയത്തില്ല ഷാനോൻ എന്താണ് ചെയ്യുന്നത്, എവിടേക്കാണ് പോകുന്നതെന്നും എന്നും പറഞ്ഞ് അവൻ ദേഷ്യപ്പെട്ട് എഴുന്നേറ്റ് വരുമ്പോൾ മാരി ചോദിക്കും ശരി ആ ഒരു ഡ്രൈവറിനെ ഞങ്ങൾ എവിടെ പോയി കണ്ടെത്തുമെന്ന് ചോദിക്കുന്നതും അവൻ ആ ഒരു ഡ്രൈവറുള്ള സ്ഥലം പറഞ്ഞു കൊടുക്കും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് മാരി നേരെ വരുന്നത് ഒരു വലിയ ബാറിലേക്കാണ്. അതിനകത്തേക്ക് കയറിയിട്ട് മൈക്കിൾ എന്ന് പറഞ്ഞൊരു ഡ്രൈവറിനെയാണ് ഇവർ അന്വേഷിക്കുന്നത്. അവസാനം ആ ഒരു ഡ്രൈവറെ കണ്ടുപിടിച്ച് ഷാനോനെ പറ്റിയുള്ള കാര്യം ആ ഡ്രൈവറിനോട് ചോദിക്കും. അപ്പൊ ആ ഡ്രൈവർ പറയുന്നത് ഇതുപോലെ ഷാനോനെ ഞാനൊരു ബീച്ചിനടുത്തേക്കാണ് കൊണ്ടുപോയത്, അവൾ ആരെയോ കാണാനായിട്ട് പോയി, അതാരാണെന്ന് ചോദിക്കുമ്പോൾ പറയും സോറി ഞാനൊരു ഡ്രൈവർ മാത്രമാണ്, അതുകൊണ്ട് അവളെ വീട്ടിലേക്ക് കൊണ്ടാക്കുക തിരിച്ചു കൊണ്ടുവരിക, ഇത് മാത്രമാണ് എൻ്റെ ജോലി. ഓക്കെ, അത് കഴിഞ്ഞ് എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ അവൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം വളരെ വിദ്വേഷത്തിലായിരുന്നു.
എന്തൊക്കെയോ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു. അവസാനം ഞാൻ അവളോട് കാര്യങ്ങൾ ചോദിക്കാൻ ശ്രമിച്ചപ്പോൾ അവൾ കാറിൽ നിന്നും ഇറങ്ങി ഓടുമായിരുന്നു ചെയ്തത്. അതുമല്ല ആ വഴിക്കാണെങ്കിലോ ഒരു വീട് മാത്രമേ ഉള്ളായിരുന്നു, അവിടെ ലൈറ്റും ഉണ്ടായിരുന്നു. ഞാൻ അവളെ സഹായിക്കാൻ ശ്രമിച്ചെങ്കിലും അവൾ നിൽക്കാത്തത് കൊണ്ട് ഞാൻ പിന്നെ അവിടെ നിന്നില്ല, വണ്ടി എടുത്തിട്ട് അവിടെ നിന്ന് പോയെന്ന് പറയും. അങ്ങനെ അത് കഴിഞ്ഞ അടുത്ത ദിവസം മാരി നേരെ പോകുന്നത് ലോങ് ഐലൻഡ് എന്ന് പറഞ്ഞിട്ട് ആ സ്ഥലം ഉണ്ടല്ലോ, അവിടെയുള്ള ഒരു പോലീസ് സ്റ്റേഷനിലേക്കാണ്. അങ്ങനെ അവിടെ ചെന്നിട്ട് ബോസ്റ്റൺ എന്ന് പറഞ്ഞൊരു പോലീസുകാരനുണ്ട്. അയാൾക്കൊരു റിപ്പോർട്ട് കൊടുക്കും തന്റെ മകളെ പറ്റിയുള്ള. അപ്പോഴേക്കാണ് ആ പോലീസുകാരൻ ചോദിക്കുന്നത്, അല്ല നിങ്ങൾ താമസിക്കുന്നത് എലൻ വില്ലയിലെ, നിങ്ങളുടെ മകൾ ഇവിടെ ജേഴ്സി സിറ്റിയിലെ, അല്ല അവൾ ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ മാരി പറയും, അതെനിക്കറിയത്തില്ല, ഞാൻ അവളുടെ ഫോൺ റെക്കോർഡുകൾ പരിശോധിച്ചപ്പോൾ അവൾ കൂടുതലായിട്ടും കോൾ ചെയ്തിട്ടുള്ളത് ഈ സ്ഥലങ്ങളിൽ നിന്നാണ്. അതുമല്ല ഷാനോൻ അവസാനമായിട്ട് വിളിച്ചിട്ടുള്ളത് 911ലേക്ക്. ഇപ്പൊ അവള് പോലീസിനോട് സംസാരിച്ച ആ ഒരു റെക്കോർഡിംഗ് ഉണ്ടല്ലോ, അതെടുത്ത് കേൾപ്പിച്ചു കൊടുക്കുമ്പോഴത്തേക്കും അവള് സഹായത്തിന് വേണ്ടിയിട്ടാണ് പോലീസിനെ വിളിക്കുന്നത്. അതേപോലെ തന്നെ അടുത്തുള്ള ഒരാള് അവളോട് സംസാരിക്കാൻ ശ്രമിക്കുന്നത് പോലെയും അതിൽ കേൾക്കുന്നുണ്ട്. എന്നെ സഹായിക്കൂ സഹായിക്കൂ എന്ന് പറഞ്ഞിട്ട് ആ ഒരു കോൾ അവിടെ വെച്ച് കട്ടാവുന്നതും അതിൽ കേൾക്കുന്ന മറ്റൊരാളുടെ ശബ്ദം വേറെ ആരുടേതല്ല, ആ ഒരു കാർ ഡ്രൈവർ ആയിട്ടുള്ള മൈക്കിളുണ്ടല്ലോ അയാളുടേതാണ്. അപ്പൊ അയാൾ പറഞ്ഞതെല്ലാം സത്യമായിരുന്നു. അപ്പോൾ പോലീസുകാരൻ പറയും, ശരി ഞങ്ങൾ ആ ഒരു സ്ഥലം മുഴുവനായിട്ടും ആളെ വിട്ട് പരിശോധിച്ചിരുന്നു. അവിടെ താമസിക്കുന്നവരോട് ചോദിച്ചപ്പോൾ ഇതുപോലെ ഒരു പെൺകുട്ടി ഇങ്ങനെ പോകുന്നതായിട്ട് ആരും കണ്ടില്ല. അവസാനം ഈ ഒരു ജാക്കറ്റ് മാത്രമാണ് അവിടെ നിന്ന് കണ്ടുപിടിച്ചത് എന്ന് പറഞ്ഞൊരു ഫോട്ടോ ഇവർക്ക് കാണിച്ചു കൊടുക്കും. അപ്പോൾ മാരി പറയും, അതെ അത് അവളുടെ ജാക്കറ്റ് തന്നെയാണ്. അപ്പോൾ പോലീസുകാരൻ പറയും, അതുമല്ല അവിടെ ഈ ഒരു പെൺകുട്ടി ഡ്രഗ് യൂസ് ചെയ്തതായിട്ട് ഒരുപാട് പേര് പറഞ്ഞതായിട്ട് പറയുമ്പോൾ മാരി പറയും, സോറി എന്റെ മകൾ ഒരിക്കലും ഡ്രഗ് യൂസ് ചെയ്യാറില്ല. എന്നിട്ട് ഈ പോലീസുകാരൻ പറയും, മിസ്സസ് മാരി നിങ്ങൾക്ക് വിഷമില്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം. ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ അവൾ പോയി, അതും 100 മൈൽ അകലെ രാത്രി സമയത്ത് ഇതുപോലെ റോഡിൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മകൾ സാധാരണ ഒരു ജോലിയല്ല ചെയ്യുന്നത്, അവള് പ്രോസ്റ്റിറ്റ്യൂട്ട് വർക്ക് എന്തെങ്കിലും ചെയ്യുമായിരിക്കും. അതുപോലെ ഇതുപോലെയുള്ള സ്ത്രീകളെ കാണാതാവുന്നത് സാധാരണ സംഭവമാണ്, അതുകൊണ്ട് എന്തായാലും പോയ അവള് തിരിച്ചു വരും എന്ന് പറയുമ്പോൾ മാരി പറയും, സോറി എന്റെ മകൾ ഒരിക്കലും ഡ്രഗ് യൂസ് ചെയ്തിട്ടില്ല. അതേപോലെ തന്നെ അവൾ ഓടിപ്പോയിട്ടുമില്ല, അവളെ കാണാതായി, അതാണ് സത്യം. അതുമല്ല അവളെ കാണാതാവുന്നതിന് മുന്നേ പോലീസിനെയാണ് അവൾ കോൾ ചെയ്തത്, എന്നിട്ട് നിങ്ങൾ അതിനെ പ്രതികരിച്ചത് പോലുമില്ല. അത് കഴിഞ്ഞ് അവളെ കാണാതായി. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ പറയുന്നതും പെട്ടെന്ന് ആ ഒരു സീൻ കട്ട് ചെയ്ത് ഇപ്പോൾ 2 ദിവസത്തിന് ശേഷം കാണിക്കുമ്പോൾ ഓക്ക് ബീച്ച് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്. അതിനകത്തൂടെ ഒരു പോലീസ് വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്നു. അതുമല്ല കുറച്ചു ദൂരം വന്നിട്ട് അയാൾ വണ്ടി അവിടെ നിർത്തി തന്റെ വണ്ടിയിൽ നിന്നും ആ ഒരു ഡോഗിനെ വെളിയിലേക്ക് ഇറങ്ങും. എന്നിട്ട് അയാൾ വണ്ടിയിൽ തന്നെ ഇരിക്കുമ്പോഴത്തേക്കാണ് വെളിയിൽ പോയ ആ ഒരു ഡോഗ് കുറെ ദൂരം ചെന്നിട്ട് എന്തോ കണ്ട് കുരയ്ക്കുന്നു. ഇത് കണ്ട പോലീസുകാരൻ അവിടേക്ക് ചെല്ലുമ്പോൾ അത് കഴിഞ്ഞ് ന്യൂസിൽ കാണിക്കുന്നത് ഇപ്പൊ ആ സ്ഥലത്ത് നിന്ന് ഡോഗ് എന്തോ ഒരു സ്മെല്ല് കണ്ടുപിടിച്ചെന്നും അതന്വേഷിച്ച് പോലീസ് ഇപ്പോൾ അവിടെ പരിശോധിക്കുകയാണെന്നും പറഞ്ഞുകൊണ്ടാണ് ആ ഒരു ന്യൂസ് ഇപ്പോൾ കാണിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് രാത്രിയാകുമ്പോഴത്തേക്കും കമ്മീഷണറായിട്ടുള്ള റിച്ചാർഡ് മറ്റുള്ളവരോട് പറയുന്നുണ്ട്, അവിടെ നിന്നും 4 പേരുടെ അസ്ഥികൾ കണ്ടെടുത്തു. അതൊരു പ്രത്യേക രീതിയിൽ പൊതിഞ്ഞ അവസ്ഥയിൽ തുല്യമായിട്ടുള്ള അകലം പാലിച്ചാണ് എല്ലാവരുടെ ശരീരവും കുഴിച്ചിട്ടുള്ളത്. അതും ആ ഒരു പോലീസുകാരൻ ഡോർവൻ പറയുന്നത് എന്താണെന്നറിയോ, കാണാതായിട്ടുള്ള ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടിനെ ഞങ്ങൾ അന്വേഷിക്കുമ്പോഴത്തേക്കാണ് ഈ ശരീരങ്ങൾ ഇവിടെ നിന്ന് ഞങ്ങളുടെ ഓഫീസർ കണ്ടുപിടിച്ചത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം തന്നെ ഈ ഒരു ന്യൂസിനെ പറ്റി നമ്മുടെ മാരി അറിയുന്നതും അവൾ തന്റെ കുട്ടികളെയും വിളിച്ചിട്ട് നേരെ പോകുന്നത് പോലീസ് സ്റ്റേഷനിലേക്ക്. അവിടെ വന്ന് ഈ ഡോർമൻ എന്ന് പറഞ്ഞ ആ ഒരു പോലീസുകാരനോട് സംസാരിക്കുമ്പോൾ അയാൾ പറയും, എന്തായാലും കണ്ടുപിടിച്ച ആ ഒരു മൃതദേഹങ്ങളിൽ നിങ്ങളുടെ മകൾ ഷാനോന്റേതില്ല. അതേപോലെ നിങ്ങൾ പേടിക്കുന്നത് പോലെ അവൾക്കൊന്നും സംഭവിച്ചിട്ടുണ്ടാവത്തില്ല. അവളെ ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് വിരോധമില്ല എന്നുണ്ടെങ്കിൽ ഷാനോനെ പറ്റി അറിയുന്ന കാര്യങ്ങൾ പറയാൻ കഴിയുമെന്ന് ചോദിക്കുമ്പോൾ മാരി ഇതുപോലെ ആ ഒരു ബോയ് ഫ്രണ്ട് അലക്സ്, മൈക്കിൾ എന്ന് പറഞ്ഞ ആ ഒരു ഡ്രൈവർ, ഇവരെ പറ്റിയെല്ലാം പറയുന്നുണ്ട്. വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതെ ഒരു ഡോക്ടറുണ്ട്. അവളെ കാണാതായതിന് തലേ ദിവസം ഞങ്ങളുടെ വീട്ടിലേക്ക് അയാൾ വിളിച്ചിരുന്നു. എന്നിട്ട് അവളെ അയാൾ സഹായിക്കുവാണെന്നും ഇതുപോലെ വഴിതെറ്റി നടക്കുന്ന പെൺകുട്ടികൾക്ക് വേണ്ടി അയാൾ എന്തോ ഒരു വീട് നിർമ്മിക്കുന്നുണ്ടെന്നും അയാൾ പറഞ്ഞിരുന്നു എന്ന് പറയും. അപ്പൊ ആ ഡോക്ടറിന്റെ പേരെന്താണെന്ന് ചോദിക്കുമ്പോൾ മാരി പറയും, സോറി അത് ഞാൻ മറന്നുപോയി എന്ന് പറയും. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് മൈക്കിൾ എന്ന് പറഞ്ഞ ആ ഒരു ഡ്രൈവർ ഉണ്ടല്ലോ, അവൻ ഈ പോലീസുകാർ ചോദ്യം ചെയ്യാണ്. അന്ന് രാത്രി എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ എനിക്കറിയത്തില്ല, ആ ഒരു പെൺകുട്ടി വളരെ വിചിത്രമായിട്ടാണ് പെരുമാറിയത്, അതുപോലെ എന്റെ കാറിൽ നിന്നും ഇറങ്ങി ഓടുകയും ചെയ്തു എന്ന് പറയുമ്പോഴത്തേക്കാണ് സ്റ്റാർട്ടിങ് സീനിൽ നമ്മളൊരു കാര്യം കാണുന്നല്ലോ, ഒരു പെൺകുട്ടി ഓടുന്നതായിട്ടും ഒരു കാർ അവളുടെ പിറകെ വരുന്നതായിട്ടും. അത് സത്യത്തിൽ മൈക്കിളായിരുന്നു, ആ ഓടുന്ന പെൺകുട്ടിയാണ് ഷാനു. അതുമല്ല അവൾ ബീച്ചിനടുത്തുള്ള ഒരു വീടിനകത്തേക്ക് ഓടിപ്പോവുകയും ചെയ്തെന്ന് പറയും. കൂടാതെ മറ്റൊരു കാര്യം കൂടി ഈ ഡ്രൈവർ പറയുന്നുണ്ട്, ആദ്യം ഷാനുവിനെ ഒരു വീടിനടുത്തേക്ക് കൊണ്ടാക്കുമല്ലോ, ആ വീട്ടിലുള്ള ആള് പെട്ടെന്ന് വെളിയിലേക്ക് വന്നിട്ട് ഈ ഡ്രൈവറിനോട് പറയും അവൾ എത്രയും പെട്ടെന്ന് എന്റെ വീട്ടിൽ നിന്ന് വിളിച്ചോണ്ട് പോകണമെന്ന്. അങ്ങനെയാണ് ഡ്രൈവർ അവളെ എവിടെ നിന്ന് വിളിച്ചോണ്ട് പോകാനായിട്ട് ശ്രമിക്കുന്നത്. അത് കഴിഞ്ഞ് ആ ഒരു ബോയ് ഫ്രണ്ടിനോട് ചോദിക്കുമ്പോഴത്തേക്ക് അവനും പറയും ആ ഒരു വർക്ക് ബീച്ച് എന്ന് പറഞ്ഞ സ്ഥലത്ത് അവൾ പോയതായിട്ട് എനിക്കും അറിയാം. അതുമല്ല ജോൺ ബ്രൂവർ എന്ന് പറഞ്ഞിട്ട് ഒരാൾ അവളെ സഹായിക്കാനായിട്ട് ശ്രമിച്ചു എന്ന് പറയുമ്പോഴത്തേക്കും മൈക്കിൾ പറയുന്നത് ഒരുപക്ഷെ ആ ഒരാളായിരിക്കാം അവൾ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിച്ചത് എന്നാണ് മൈക്കിൾ പറയുന്നത്. അതേസമയം മാരിയുടെ വീട്ടിൽ കാണിക്കുമ്പോൾ ഈ ന്യൂസിൽ കാണിക്കുന്നത് ഇപ്പൊ ആ ഒരു ബീച്ചിനടുത്ത് നിന്ന് കണ്ടുപിടിച്ച 4 പെൺകുട്ടികളുടെ ശരീരം ഉണ്ടല്ലോ, അവർ 4 പേരും ആരാണെന്ന് സ്ഥിരീകരിച്ചു. 2007 മുതലാണ് അവരെ കാണാതായത്. അവസാനമായിട്ട് കാണാതായ പെൺകുട്ടി 3 മാസങ്ങൾക്ക് മുന്നേയും. അതുപോലെ കാണാതായിട്ടുള്ള
4 പെൺകുട്ടികളും പ്രോസ്റ്റിറ്റ്യൂട്ട് വർക്ക് ചെയ്യുന്നവരും വേറെ എന്തോ ഒരു പരസ്യ കമ്പനിയിൽ ജോലി ചെയ്യുന്നവരാണ്. അപ്പോൾ ഷെറിയും സാറയും ഓൺലൈനിൽ മരിച്ച ആ ഒരു പെൺകുട്ടികളുടെ കുടുംബങ്ങളുമായിട്ട് സംസാരിച്ചിരുന്നു. അവരെന്തോ ഒരുമിച്ച് കാണാൻ വേണ്ടി ഇവരെ ക്ഷണിച്ചു എന്ന് പറയുമ്പോഴത്തേക്കും മാരി പറയും, ഇല്ല, നമ്മൾ ആരെയും കാണാൻ പോകുന്നില്ല, കാരണം ഷാനോൻ ഒരിക്കലും മരിച്ചില്ല എന്ന് പറയും. എന്നിട്ട് ഡോർമൻ എന്ന് പറഞ്ഞ ആ ഒരു പോലീസുകാരനെ 2-3 തവണ വിളിക്കാൻ ശ്രമിക്കുമ്പോൾ അയാൾ എന്തോ മനഃപൂർവ്വം ഫോൺ എടുക്കാത്തതുപോലെ. അങ്ങനെ ജോൺ എന്ന് പറഞ്ഞിട്ട് ആ ഒരാളെ പോലീസുകാർ ചോദ്യം ചെയ്യുന്നുണ്ട്, അത് TV-യിൽ കാണിക്കുന്നുണ്ട്. ഇപ്പൊ അവര് പറയുന്നത് ജോൺ എന്ന് പറഞ്ഞ ആ ഒരാള് ഷാൻ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് ആണല്ലോ, അതുകൊണ്ട് തന്നെ അവളുടെ ക്ലയന്റ് ആണ്. അയാളെ വെച്ചിട്ട് ഇവര് പോളിഗ്രാഫ് ടെസ്റ്റ് എല്ലാം നടത്തി, അതുകൊണ്ട് അയാളുടെ ഭാഗത്തു നിന്ന് ഒന്നും കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞ് അയാളെ പറഞ്ഞു വിടുന്നു. ഇത് കാണുന്ന മാരി ഡോർമനെ വിളിച്ചിട്ട്, ഞാൻ ഒരു 10-20 തവണ നിങ്ങളെ വിളിച്ചു, എന്തുകൊണ്ട് ഈ ഒരാളെ പറഞ്ഞു വിട്ടത് എന്ന് പറഞ്ഞ് അവൾ അവരോട് നല്ലതുപോലെ ദേഷ്യപ്പെടുന്നുണ്ട്. അപ്പോൾ പോലീസ് എന്തായാലും ഈ കേസിൽ നല്ലതുപോലെ അന്വേഷണം നടത്തില്ല എന്ന് മാരിക്ക് മനസ്സിലായി. കാരണം അവരിപ്പോഴും പറയുന്നത് ഷാനോൻ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് ആണ്, അവളുടെ ഒരു ക്ലയന്റിനെ കാണാൻ പോയപ്പോഴാണ് ഈ കാര്യം സംഭവിച്ചത് എന്നെല്ലാം പറഞ്ഞിട്ട് ഈ ഒരു കേസ് വലിയ കാര്യമാക്കി എടുക്കുന്നില്ല. പക്ഷെ മാരി ഒരിക്കലും ഇത് വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. അവൾ എന്താ ചെയ്യുന്ന വെച്ചാല് തന്റെ മകളുടെ ഫോട്ടോ എടുത്തിട്ട് അതിൽ മിസ്സിംഗ് എന്നും പറഞ്ഞ് ഒരു പോസ്റ്റർ അടിച്ച് അതിപ്പോ പോലീസ് സ്റ്റേഷനിലും എല്ലായിടത്തും കൊണ്ട് അടിക്കുന്നു. എന്നിട്ട് ഡോർമൻ എന്ന് പറഞ്ഞ ഒരു പോലീസുകാരനെ കണ്ടിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ ഞാൻ എത്ര തവണ വിളിച്ചിട്ടും എന്റെ കോൾ എടുക്കുന്നില്ല, എന്നെ ഇഗ്നോർ ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് ഇതിവിടെ ഉള്ളത്. അങ്ങനെ അവിടെ നിന്ന് നല്ലതുപോലെ ദേഷ്യപ്പെട്ട് അത് കഴിഞ്ഞ് മാരി തിരിച്ച് വീട്ടിലേക്ക് വന്നിട്ട് ഷെറിയോട് പറയും, ശരി, മരിച്ച പെൺകുട്ടികളുടെ കുടുംബമായിട്ട് നമുക്ക് ഒരുമിച്ച് കാണാം എന്ന് മെസ്സേജ് ചെയ്യും എന്നും പറഞ്ഞ അടുത്ത ദിവസം തന്നെ മാരി ആ മരിച്ചുപോയ 4 പെൺകുട്ടികളുടെ കുടുംബമുണ്ടല്ലോ അവരുമായിട്ടിരുന്ന് സംസാരിക്കുകയാണ്. അപ്പൊ അവരെല്ലാവരും പരസ്പരം പരിചയപ്പെട്ട് അവരുടെ കാര്യങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ട് ഷെയർ ചെയ്യുന്നു. അതേസമയം ഡോർമൻ സ്റ്റേഷനിലിരുന്ന് ആലോചിക്കുന്നുണ്ട് മൈക്കിൾ എന്ന് പറഞ്ഞ ഒരു ഡ്രൈവർ പറഞ്ഞ ചില കാര്യങ്ങൾ. ഇപ്പൊ മാരി ഷാനോണിനെ നല്ലതുപോലെ വളർത്തിയിട്ടില്ല. മാരി ഒരു നല്ല അമ്മയല്ല, അവളുടെ പണം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് മാരി ഉള്ളത്. ഷാനോൻ 12 വയസ്സിന് ശേഷം മറ്റു ചില വീടുകളിലാണ് വളർന്നതും പിന്നീട് ഇത്തരം ജോലികൾ ചെയ്യുന്നതും എന്നാണ് ആ ഒരു ഡ്രൈവർ പറയുന്നത്. കാരണം പല സ്ഥലങ്ങളിലേക്ക് അവളെ കൊണ്ടുപോകുന്നത് ഈ ഒരു ഡ്രൈവറായിരുന്നു. അങ്ങനെ ആ കാര്യങ്ങളെല്ലാം ഡോർമൻ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നതും ഇവിടെ ആ ഒരു റെസ്റ്റോറൻറ്റിൽ കാണിക്കുമ്പോൾ മരിച്ച പെൺകുട്ടികളുടെ ബാക്കി കുടുംബങ്ങളെല്ലാം പറയുന്നത് ഞങ്ങളുടെ മക്കൾക്ക് 2-3 ഫോണുകൾ ഉണ്ടായിരുന്നു എന്നൊക്കെയാണ്. അതുപോലെ അവർ പറയുന്നുണ്ട് എന്തൊക്കെയായാലും അവരുടെ ശരീരം പോലീസ് കണ്ടുപിടിച്ചല്ലോ എന്ന് പറയുമ്പോൾ മാരി പറയും, ആരാ കണ്ടുപിടിച്ചത്? നമ്മുടെ മക്കളെ പറ്റി അവരൊന്നും അന്വേഷിച്ചത് പോലുമില്ല. ആക്സിഡന്റലി ആ ഒരു ഡോഗാണ് ഇതെല്ലാം കണ്ടുപിടിച്ചത്. അതുമല്ല മരിച്ച പെൺകുട്ടികളെല്ലാം പ്രോസ്റ്റിറ്റ്യൂട്ട് ആണെന്ന് മീഡിയക്കാരെ ഒരാവശ്യമില്ലാതെ. ഇത് കേൾക്കുന്നത് ഒരു സഹോദരി, അമ്മ, മകൾക്ക് എന്ന് മാത്രം വിഷമുള്ളൊരു കാര്യമാണെന്നറിയോ. അതുകൊണ്ട് അവർക്ക് എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടി നമ്മൾ ഇനിയിപ്പോ ഓക്ക് ബീച്ചിലേക്ക് പോകാൻ പോവാണ് എന്നും പറഞ്ഞ് ഇവർ ആ സ്ഥലത്തേക്ക് പോകുന്നു. അപ്പോ അവിടെ ഗേറ്റഡ് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞു ഒരു വിഭാഗം ആളുകളാണ് താമസിക്കുന്നത്. അതിന് മുന്നിലേക്ക് ചെന്ന് ഷാനോണിനെ കാണാനില്ല എന്നുള്ള ആ ഒരു പോസ്റ്റർ ഉണ്ടല്ലോ, അവിടുത്തെ ഗേറ്റിലും മാരി അടിച്ചു വെക്കുന്നുണ്ട്. അപ്പൊ അവിടെ താമസിക്കുന്ന ഒരു കുടുംബം പെട്ടെന്ന് വെളിയിലേക്ക് വന്നിട്ട് ഞങ്ങൾ പോലീസിനെ വിളിക്കുമെന്ന് പറയുമ്പോൾ മാരി പറയും അവർ വരാനായിട്ട് എന്തായാലും മണിക്കൂറുകൾ എടുക്കും എന്നും പറഞ്ഞ്. ഇവരാണെങ്കിലോ നേരത്തെ തന്നെ മീഡിയനെ ഇവിടേക്ക് കൊണ്ടുവന്നിരുന്നു. എന്നിട്ട് ഇവരെല്ലാവരും ആ മരിച്ച പെൺകുട്ടികളുടെ കുടുംബമുണ്ടല്ലോ എല്ലാവരും കൂടി അകത്തേക്ക് നടന്നു പോയിട്ട് ജോൺ എന്ന് പറഞ്ഞിട്ട് ആ ഒരാളുണ്ടല്ലോ അയാളുടെ വീട്ടിലേക്ക് നടന്നു പോകും. അതേസമയം വേറൊരു വീട്ടിൽ നിന്ന് ഒരുത്തൻ ബൈനോക്കുലർ വഴി ഇവർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നോക്കുന്നുണ്ട്. അങ്ങനെ മാരി ജോൺ എന്ന് പറഞ്ഞ അവന്റെ വീടിനടുത്തേക്ക് എന്നിട്ട് അകത്താരെങ്കിലും ഉണ്ടോ എന്ന് നോക്കുമ്പോഴത്തേക്കും അകത്തങ്ങനെ ആരെ കാണുന്നില്ല. അതുകൊണ്ട് തന്നെ അവന്റെ വീടിന് വെളിയിലും ഷാനോന്റെ ഫോട്ടോ അടിച്ചങ്ങ് വയ്ക്കും. അങ്ങനെ മാരി അവിടെ നിൽക്കുമ്പോഴാണ് ഷെറി ഷാനോന്റെ ഇയർ റിംഗ് ഉണ്ടല്ലോ അത് ഈ വീടിന്റെ മുറ്റത്ത് നിന്ന് കണ്ടുപിടിക്കുന്നത്. അപ്പൊ കുറച്ച് കഴിയുമ്പോൾ തന്നെ ഡോർമൻ എന്ന് പറഞ്ഞ ഒരു പോലീസുകാരൻ, അതും 1 മണിക്കൂറല്ല, ഒരു 12 മിനിറ്റ് കൊണ്ട് തന്നെ അയാൾ ഇവിടേക്ക് എത്തി. ഇത് കാണുമ്പോഴത്തേക്ക് മാരി വെളിയിലേക്ക് ഇറങ്ങി വന്നിട്ട്, ഓ വളരെ പെട്ടെന്നാണല്ലോ ഇവിടേക്ക് എത്തിയത്, അത് വെറും 12 മിനിറ്റ് കൊണ്ട്, എന്നിട്ടാണ് എന്റെ മകള് വിളിച്ചിട്ട് നിങ്ങൾക്ക് ഈ ഒരു സ്ഥലത്തേക്ക് വരാൻ കഴിയാത്തതല്ലേ. അപ്പോൾ ഡോർമൻ പറയും, സോറി മാഡം, നിങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ കഴിയത്തില്ല, ഇതൊരു പ്രൈവറ്റ് കമ്മ്യൂണിറ്റിയാണ്, ഇവിടെ കയറി കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും അറസ്റ്റ് ചെയ്യണം, അതുകൊണ്ട് മാഡം നിങ്ങൾ എല്ലാവരെയും കൂട്ടിയിട്ട് ഇവിടെ നിന്ന് പോകണമെന്ന് പറയുമ്പോൾ മാരി പറയും, എന്റെ 14 വയസ്സുള്ള മകള് ഇവിടെ നിന്നും എന്റെ മകളുടെ ഇയർ റിംഗ് കണ്ടുപിടിച്ചു, അതുപോലെ നിങ്ങളുടെ പോലീസുകാരനെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. എന്നിട്ട് ജോൺ എന്ന് പറഞ്ഞ അയാളെ രക്ഷപ്പെടാനായിട്ട് അനുവദിച്ചു. എന്റെ മകൾ ഷാനോൻ പുലർച്ചെ 4:15 ഈ സ്ഥലത്ത് മുഴുവനായിട്ടും സഹായത്തിനു വേണ്ടി എല്ലാവരുടെയും വീട്ടിൽ പോയി മുട്ടി, പക്ഷെ ആരും അവളെ സഹായിച്ചില്ല. അപ്പോഴൊന്നും ഇവിടെയുള്ള ഒരു വീട്ടുകാർക്കും ഒരു ബുദ്ധിമുട്ടും ഇല്ലായിരുന്നല്ലോ. അതുപോലെ 4 പെൺകുട്ടികളുടെ ശരീരം ഈ സ്ഥലത്ത് നിന്ന് തന്നെയാണ് കണ്ടുപിടിച്ചത്. ഈ സ്ഥലത്തുള്ളവർ എന്താ മറച്ചു വെക്കുന്നത് എന്നെല്ലാം ചോദിച്ച് മാരി എല്ലാവരെയും വിളിച്ചിട്ട് അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് മാരി വീട്ടിലിരിക്കുമ്പോൾ ഇപ്പൊ അവളുടെ ഫോണിലേക്ക് ആരോ ഒരാൾ വിളിക്കുന്നുണ്ട്. എന്നിട്ട് ഇത് മാരിയാണോ? അതെ, എന്റെ പേര് ജോ എന്നാണ്. നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന കുറച്ച് വിവരങ്ങൾ എനിക്കറിയാം. നിങ്ങൾ എനിക്ക് കാണാൻ താല്പര്യമുണ്ടെന്ന് പറയുന്നത് അത് കേൾക്കാനായിട്ട് നിങ്ങൾക്ക് കഴിയുമെന്ന് ചോദിക്കുമ്പോൾ മാരി ഉടനെ തന്നെ ആ ഒരാളെ കാണാനായിട്ട് പോവാണ്. അങ്ങനെ മാരി അയാളുടെ അടുത്തേക്ക് എത്തുന്നതും അയാളിപ്പോ മാരീനെ കൊണ്ട് മറ്റൊരിടത്തേക്ക് പോകുന്നു. എന്നിട്ടാണ് അയാൾ പറയുന്നത് അയാളുടെ പേര് ജോ ആണെന്നും അതേപോലെ തന്നെ ജോൺ എന്ന് പറഞ്ഞ ആ ഒരാളുടെ അയൽക്കാരനാണ് താനെന്നും അതുമല്ല നിങ്ങളെ പോസ്റ്റ് ചെയ്ത ആ ഒരു
നോട്ടീസില്ലേ, അതിൽ നിന്നാണ് നിങ്ങളുടെ നമ്പർ എനിക്ക് കിട്ടിയത്. അതുമല്ല, ഓക്ക് ബീച്ചിലെ ആളുകളെ പറ്റിയുള്ള കാര്യങ്ങളാണ് നിങ്ങളിപ്പോൾ മനസ്സിലാക്കാൻ പോകുന്നത്. അങ്ങനെ കുറേ ദൂരം വണ്ടി ഓടിച്ചിട്ട് ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവന്ന് നിർത്തി. ഇപ്പോൾ വലിയ പുല്ലുകളൊക്കെ പിടിച്ചു നിൽക്കുന്നൊരു ഭാഗമുണ്ട്. അതിനുള്ളിലൂടെ നമ്മുടെ മേരീനെ കൊണ്ട് ജോ അകത്തേക്ക് പോവാണ്. അത് കഴിഞ്ഞ് ഒരു വെയർ ഹൗസിനടുത്തേക്ക് കൊണ്ടുവരും. എന്നിട്ട് പറയും, ദേ ഇവിടെയാണ് ആ ഒരു കില്ലർ സാധനങ്ങളൊക്കെ സൂക്ഷിക്കുന്നത്. അപ്പോൾ മാരി ചോദിക്കും, അല്ല ഇവിടെയൊന്നും കാണുന്നില്ല എന്ന് പറയുമ്പോൾ ശ്രദ്ധിച്ച് നോക്കാൻ പറയുന്നതും പെട്ടെന്നാണ് ഈ വീടിനടുത്തേക്ക് ഒരു വണ്ടി വരുന്നത്. ഇവർ രണ്ടുപേരും പെട്ടെന്ന് അവിടെ നിന്ന് ഒളിച്ചങ്ങ് നിൽക്കും. അങ്ങനെ ഡോർ അടച്ചിട്ട് അയാൾ നേരെ വീടിനകത്തേക്ക് കയറി പോകുന്നതും ഇപ്പോൾ ജോ പറയുന്നുണ്ട്, ജോ ഒരു സോഷ്യോപാത്താണ്, അതുകൊണ്ട് അവൻ അങ്ങനെ ആളുകളെ കൊല്ലുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ സംശയിക്കുന്നത് ഡോക്ടർ ഹാക്കറ്റിനെയാണ് എന്ന് പറയുന്നതും ഇത് അയാളുടെ വീടായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് മാരി നേരെ പോകുന്നത്. എന്നിട്ട് ഈ ഒരു പോലീസുകാരുടെ അടുത്തേക്ക് വന്നിട്ട്, സാർ എനിക്ക് സംശയമുള്ളത് ഡോക്ടർ ഹാക്കറ്റിനെയാണ്, അയാളുടെ വീടിൻ്റെ അടുത്ത് പോയി ഞാൻ അന്വേഷിച്ചിരുന്നു എന്ന് പറയുമ്പോൾ ഇവർ ചോദിക്കും, അല്ല പോലീസിന്റെ പണി ഇപ്പോൾ നിങ്ങളാണോ ചെയ്യുന്നത്? അപ്പോൾ മാരി പറയും, ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ സെയിം ഡോക്ടർ തന്നെയാണ് ഷാനോണിനെ കാണാതാവുന്നതിന് തലേ ദിവസം ഞങ്ങളെ വിളിച്ചത്. അപ്പോൾ ആ ഒരു കമ്മീഷണർ ഡോർമാനോട് പറയും, ഓക്കെ ഇതൊരു പുതിയ വിവരമാണ്, എന്തായാലും നോട്ട് ചെയ്തോന്നും പറഞ്ഞ് അയാൾ അകത്തേക്ക് കയറി പോകുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് മാരി അടുത്ത ദിവസം തന്നെ ഡോക്ടർ ഹാക്കറ്റ് എന്ന് പറഞ്ഞ അയാളുടെ വീടിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് ആ ഡോറിൽ തട്ടുമ്പോഴത്തേക്കും അതിനകത്തുനിന്ന് ആരും കതക് തുറക്കുന്നില്ല. ഡോക്ടർ അവിടെ ഇല്ലാന്ന് തോന്നുന്നു. അപ്പോൾ അവിടെ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി വരുമ്പോഴത്തേക്കാണ് അയാളുടെ ഒരു അയൽക്കാരനുണ്ട്, ഒരു അപ്പൂപ്പൻ. ഈ അപ്പൂപ്പനോട് ഡോക്ടറിനെ പറ്റി ചോദിക്കുമ്പോൾ അപ്പൂപ്പൻ പറയും, ഡോക്ടർ നല്ലൊരു മനുഷ്യൻ തന്നെയാണ്, എനിക്കെന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഞാൻ ആദ്യം വിളിക്കുന്നത് ആ ഡോക്ടറെയാണെന്ന് പറയുന്നത്. മാരി ചോദിക്കും, ശരി അന്ന് രാത്രി എന്തെങ്കിലും ഇവിടെ കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു, നല്ലതുപോലെ മയക്കുമരുന്നെല്ലാം യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു, അതുമല്ല അവൾക്ക് എഴുന്നേറ്റ് നിൽക്കാൻ കഴിയാതെ 2-3 തവണ താഴേക്ക് വീണെന്ന് പറയുമ്പോൾ മാരി ചോദിക്കും, പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ പോലീസിനെ വിളിച്ചില്ല? അപ്പോൾ അയാൾ പറയും, അവൾ തന്നെ സഹായത്തിന് വേണ്ടിയിട്ട് വിളിക്കുന്നുണ്ടായിരുന്നു എന്തെന്ന് പറഞ്ഞിട്ട് എന്നെ അയാൾ കൊല്ലാൻ പോവാണ്, സഹായിക്കെന്നും പറഞ്ഞ്. എന്നിട്ട് ആ അപ്പൂപ്പൻ പറയും, ഞാൻ എന്നിട്ട് അവളെ പിടിച്ച് അവിടെ ഇരുത്തിയിട്ട് അവളോട് പറഞ്ഞു ഞാൻ പോലീസിനെ വിളിച്ചിട്ടുണ്ട്, അവർ ഉടനെ തന്നെ ഇവിടേക്ക് വരുമെന്ന്. അത് കേട്ട ഉടനെയാണ് ആ ഒരു പെണ്ണ് ഇവിടെ നിന്ന് ഓടാൻ തുടങ്ങിയത്. ദേ ആ വഴിക്കാണ് പോയതെന്ന് പറയുന്നതും മാരി ആ ഭാഗത്തേക്ക് നോക്കുമ്പോൾ അവിടെ പോസ്റ്റിൽ ക്യാമറ വെച്ചിട്ടുണ്ട്, അതും ഷാനോൻ ഓടി ആ ഒരു ഭാഗത്തേക്ക് തന്നെ. അങ്ങനെ മാരി നേരെ പോകുന്നത് ഓക്ക് ബീച്ചിന്റെ അസോസിയേഷൻ ഉണ്ട് അവിടേക്കാണ്. അവിടെ ചെന്നിട്ട് ഇവിടെയുള്ള ആ ഒരു ക്യാമറയുടെ ഫൂട്ടേജ് തരാൻ പറയുമ്പോഴത്തേക്കും അവർ ചോദിക്കും, അല്ല നിങ്ങൾ ന്യൂസിൽ നിന്നാണോ? സോറി, അന്ന് രാത്രി മുതലുള്ള ആ ഒരു ഫൂട്ടേജ് ഇപ്പോൾ ഞങ്ങളുടെ കയ്യിലില്ല, ഇതൊരു ലൂപ്പ് പോലെ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയുമ്പോൾ മാരി പറയും, പക്ഷേ പോലീസിനൊരു കോപ്പി നിങ്ങൾ കൊടുത്തല്ലോ. അപ്പോൾ അവർ പറയും, ഇല്ല പോലീസുകാർ ഒരിക്കലും ആ കോപ്പി ചോദിച്ചില്ല എന്ന് പറയും. എന്നിട്ട് മാരിയോട് നിങ്ങൾ ആരാന്ന് ചോദിക്കുമ്പോൾ മാരി അതിന് മറുപടി പറയാതെ വീണ്ടും അതേ കാര്യം തന്നെ ചോദിക്കുമ്പോഴത്തേക്കും ഈ സ്ത്രീ പറയും, സോറി ഞാൻ എൻ്റെ ഭർത്താവിനെ വിളിക്കാം, ഞാനല്ല ഇവിടെ വർക്ക് ചെയ്യുന്നത്, അദ്ദേഹമാണ് ഇതെല്ലാം നോക്കുന്നത്, ഞാൻ അദ്ദേഹത്തിന് ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ഫുഡ് കൊണ്ടുവന്നതാണെന്ന് പറഞ്ഞ് അവരവിടെ നിന്ന് വെളിയിലേക്ക് പോകുന്നതും ഇപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ആ സ്ത്രീ അവരുടെ ഭർത്താവിനെ കൂട്ടി ഇവിടേക്ക് വരാണ്. അവിടെയാണ് ഒരു 1-1 ടെസ്റ്റ്. ഇത് വേറെ ആരുമല്ല, ഡോക്ടർ ഹാക്കറ്റ് എന്ന് പറഞ്ഞ ഇവർ സംശയിക്കുന്ന ഒരാളുണ്ടല്ലോ അയാൾ തന്നെയാണ്. എന്നിട്ട് മാരിയെ കാണുമ്പോൾ അയാൾ പറയുന്നുണ്ട്, ഓ നിങ്ങൾ മാരിയല്ലേ, ന്യൂസിൽ നിങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് പറയുന്നത് മാരി ഇപ്പോൾ അയാളോട് ചോദിക്കും, ഓക്കെ അന്ന് എന്താ ഇവിടെ സംഭവിച്ചത്, കൂടാതെ നിങ്ങൾ എന്തിനാ എന്നെ വിളിച്ചത് എന്ന് ചോദിക്കുമ്പോൾ അയാൾക്ക് മറുപടി പറയാൻ കഴിയാതെ അയാൾ കൺഫ്യൂസ്ഡ് ആവുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ് ഡോർമനെ കാണിക്കുമ്പോഴത്തേക്കും അവനിപ്പോൾ പോലീസുമായിട്ട് അവസാനമായിട്ട് ഷാനോണിനെ കണ്ട ആ സ്ഥലത്ത് വന്ന് ഇവർ നല്ലതുപോലെ പരിശോധിക്കുകയാണ്. അതും പോലീസിന് കൊടുത്തൊരു കോപ്പി ഉണ്ടായിരുന്നു, ആ സ്ഥലത്താണ് ഇവർ വന്ന് പരിശോധിക്കുന്നത്. ഇപ്പോൾ ഹാക്കറ്റിനോട് ആ കാര്യം ചോദിക്കുമ്പോൾ അവനത് ഡിലീറ്റ് ചെയ്തു എന്നും മാരി ഡോർമാനോട് പറയും. അതുപോലെ ബാക്കിയുള്ള പോലീസുകാരോട് ഇപ്പൊ മാരിയെ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ പറഞ്ഞിട്ട് മാരീനെ കൊണ്ടുപോകുന്നതും ഇപ്പൊ ആ ബീച്ചിന്റെ സൈഡിൽ നിന്നും മറ്റൊരു ശരീരം കൂടി ഇവർ കണ്ടുപിടിക്കുന്നുണ്ട്. ഇതിനു മുന്നേ മരിച്ച 4 പേരെ പോലെയല്ല ആ ശരീരം എന്നും ആ കണ്ടുപിടിച്ച ആള് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിപ്പോൾ കാണിക്കുമ്പോൾ ഈ ഒരു ബീച്ചിന്റെ പല ഭാഗങ്ങളിലും പോലീസ് തിരയാണ്ട് തുടങ്ങാണ്. അങ്ങനെ ഇത് കഴിയുന്നതും ഡോർമർ നേരെ പോകുന്നത് ഡോക്ടർ ഹാക്കറ്റ് എന്ന് പറഞ്ഞ അയാളുടെ വീട്ടിലേക്ക്. എന്നിട്ട് അവിടെ ചെന്ന് ഡോക്ടറിനോട് ചോദിക്കും, അന്ന് രാത്രി സത്യത്തിൽ എന്താ സംഭവിച്ചത്, അതുമല്ല നിങ്ങൾ മാരിയെ വിളിച്ച് പറഞ്ഞിരുന്നോ ഇതുപോലെ നിങ്ങൾ അവളുടെ മകളെ സഹായിക്കുകയാണെന്ന് എന്ന് ചോദിക്കുമ്പോൾ ആ ഒരു ഡോക്ടർ താഴേക്ക് ഇരുന്നിട്ട് അയാൾക്ക് അത് ഓർമ്മയില്ല എന്നുള്ള രീതിയിലാണ് അയാൾ പറയുന്നത്. അപ്പോൾ ഡോർമാൻ ചോദിക്കും, പക്ഷേ നിങ്ങൾ അടുത്ത ദിവസം ഇവിടെ ഉണ്ടായിരുന്നല്ലോ, അവളുടെ കാമുകൻ ഇവിടെ അവളെ അന്വേഷിക്കാണ്ട് വന്നപ്പോൾ അവനെ സഹായിക്കാമെന്ന് നിങ്ങൾ പറഞ്ഞു എന്ന് പറയുമ്പോൾ ഇല്ല, ഞാനും എൻ്റെ ഭാര്യയും ഒരാഴ്ചയ്ക്ക് മുന്നേ ഫ്ലോറിഡയിലേക്ക് പോയിരുന്നു, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അതെ ഞാൻ ഒരു പെൺകുട്ടിയെ കണ്ടിരുന്നു, ഒരാഴ്ച മുന്നേ അവള് ഇവിടെ എല്ലാം ചുറ്റി നടക്കുമായിരുന്നു എന്നും പറഞ്ഞിട്ട് അയാൾ എന്തൊക്കെയോ കാര്യങ്ങൾ മറയ്ക്കുന്നത് പോലെ. അങ്ങനെ ഡോർമാൻ അവിടെ നിന്ന് പോകുന്നതും അടുത്ത ദിവസം തന്നെ മാരി ജോ എന്ന് പറഞ്ഞിട്ട് അവനെ കാണാനായിട്ട് പോകും. എന്നിട്ടാണ് പറയുന്നത്, ഒരുപക്ഷെ എൻ്റെ മകളെ അവൻ തട്ടിക്കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ അവളുടെ ശരീരം മാത്രം എന്തുകൊണ്ട് കണ്ടുപിടിച്ചില്ല എന്ന് ചോദിക്കുമ്പോൾ ജോ പറയും, ഒരുപക്ഷെ നിങ്ങളുടെ മകളെ അവൻ കൊണ്ടുപോയിട്ടുണ്ടാവത്തില്ല, അതിനു മുന്നേ തന്നെ പോലീസിനെ വിളിച്ചു, അവൾ ഇവിടെ നിന്ന് ഓടിപ്പോയി, പിന്നെ പോലീസിനെല്ലാം വിളിച്ചു, ഒരുപാട് പേര് കണ്ടു, ഇതൊക്കെ കാരണമായിരിക്കാം അവളൊന്നും ചെയ്യാത്തത്. അതുമല്ല ഡോക്ടർ ഹാക്കറ്റ് ഇതുപോലെയുള്ള പെൺകുട്ടികൾക്ക് വേണ്ടി ഒരു റീഹാബ് സെന്റർ നടത്തുന്നുണ്ട്, അവരെ മാറ്റിയെടുക്കാൻ വേണ്ടി. ഇനിയിപ്പോൾ പോലീസ് അന്വേഷിക്കേണ്ട ഒരേ ഒരു സ്ഥലം
അവന്റെ വീട്ടുമുറ്റത്ത് മാത്രമാണ്. അത് ഇതുവരെയും പോലീസ് അന്വേഷിച്ചിട്ടില്ല. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം വേറൊരു പോലീസുകാരൻ വന്ന് ഡോർമനെ മറ്റൊരു വിവരം കൂടി അറിയിക്കുന്നുണ്ട്. 15 വർഷങ്ങൾക്ക് മുന്നേ വേറൊരു ശരീരവും ഇതേ സ്ഥലത്ത് തന്നെ കുഴിച്ചിട്ടുണ്ടെന്ന് ആ ഒരു ബീച്ചിന്റെ സൈഡിലായിട്ട്. അപ്പോൾ ഡോർമൻ ചോദിക്കും, അപ്പോ നീ പറയണോ 15 വർഷങ്ങൾക്ക് മുന്നേ തന്നെ അവിടെ ഒരുപാട് പേരുടെ ശരീരം ആരോ കുഴിച്ചിട്ടുന്ന്? അപ്പോൾ ഡോർമൻ പറയും, ശരി, അങ്ങനെയാണെങ്കിൽ ഷാനോന്റെ മെഡിക്കൽ റെക്കോർഡുകൾ മറ്റു കാര്യങ്ങളൊക്കെ പരിശോധിക്കുമെന്ന് പറയുമ്പോൾ ആ പോലീസുകാരൻ പറയും, സാർ നിങ്ങൾക്ക് എന്താ ഭ്രാന്താണോ? ഇതുപോലെ ഒരു ഹൂക്കറിന് വേണ്ടി നമ്മളെന്തിനാ വെറുതെ നമ്മുടെ സമയം പാഴാക്കുന്നേ? അവളെ കൊന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും അവളുടെ ശരീരം ഈ സ്ഥലത്ത് നിന്ന് കണ്ടുപിടിക്കേണ്ടതല്ലേ? അവൾ ഇവിടെ ഓടിപ്പോയതാണ് വെറുതെ സമയം കളയാൻ വേണ്ടിയിട്ട്. അങ്ങനെ അത് കഴിഞ്ഞ് മാരിയും ഈ മരിച്ച പെൺകുട്ടികളുടെ കുടുംബവും ഒരു വിജിലിന് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ പെട്ടെന്നാണ് ന്യൂസിലെ ഡോർമൻ ഉണ്ടല്ലോ, അവൻ ഇപ്പോൾ എന്തോ ഒരു കാര്യം പറയുന്നു. എന്താന്ന് വെച്ചാല് ഈ ബീച്ചിൽ നിന്ന് കണ്ടെടുത്ത ശരീരങ്ങളെല്ലാം വെച്ചിട്ട് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഇതൊരു സീരിയൽ കില്ലറിന്റെ പ്രവൃത്തിയാണെന്നാണ്. പക്ഷെ ഞങ്ങൾക്ക് വേറെ തെളിവുകളൊന്നുമില്ല. അതേപോലെ തന്നെ ഷാനോൺ ആ പെൺകുട്ടിയും ഈ കേസുമായിട്ട് ഒരു ബന്ധവുമില്ല. കാരണം ആ സീരിയൽ കില്ലറിനെ കൊല്ലാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പെൺകുട്ടിയല്ല ഷാനോൺ. അവൾ ഇവിടേക്ക് വരുന്നത് ഒരു ഡ്രൈവറിനോടൊപ്പമാണ്. അതേപോലെ തന്നെ അവൾ പോലീസിനെ വിളിച്ചിരുന്നു. അവളെ മറ്റൊരുപാട് പേര് കണ്ടിരുന്നു. അതുകൊണ്ട് ഷാനോണിനെ കാണാതായിട്ടുള്ള ഈ ഒരു കേസ് ഇതുമായിട്ട് ബന്ധപ്പെടുത്താനായിട്ട് ഞങ്ങളെ കൊണ്ട് കഴിയത്തില്ല. ഇത് വേറെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു പറ്റിപ്പാണോ എന്നും ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് ഷാനോണിന്റെ കേസ് ഇതിൽ നിന്നും അത്ര പ്രാധാന്യമുള്ളൊരു കേസാക്കി അവർ മാറ്റത്തില്ല. അങ്ങനെ ഇതുകൂടിയാവുന്നത് മാരിക്ക് നല്ല ദേഷ്യം വന്നിട്ട് അത് കഴിഞ്ഞ് നേരെ പോകുന്നത് ഡോർമനെ കാണാൻ വേണ്ടിയിട്ടാണ്. ഇന്നലെ ന്യൂസിൽ പറഞ്ഞ ആ ഒരു സ്റ്റേറ്റ്മെന്റ് അതെന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞെന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയും, ഇല്ല, ഞാൻ അവിടെ പറഞ്ഞതുപോലെ തന്നെയാണ്. ഷാനോണിനെ ഞങ്ങൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതെന്തായാലും ഞങ്ങളുടെ ഉത്തരവാദിത്തമാണെന്ന് പറയുമ്പോൾ മാരി പറയും, അവൾ ഞങ്ങളുടെ ഫാമിലിയെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ചിലപ്പോൾ ഒരുപാട് ജോലികൾ ചെയ്തിട്ടുണ്ടാവാം. എന്നിരുന്നാലും മറ്റു പെൺകുട്ടികളെ പോലെ തന്നെയാണ് അവളും അതേ സ്ഥലത്തേക്ക് വന്നു. അവൾക്ക് 20 വയസ്സ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഈ കേസ് സാധാരണ രീതിയിൽ തള്ളിക്കളയാൻ കഴിയത്തില്ല എന്നും പറഞ്ഞ് ഇപ്പൊ അകത്തേക്ക് വന്നിട്ടാണ് ഇവർ പറയുന്നതെല്ലാം നമ്മുടെ ഷെറി കേട്ടിരുന്നു. എന്നിട്ടാണ് അവൾ ചോദിക്കുന്നത്, അപ്പോൾ അമ്മ എന്നോട് കള്ളം പറഞ്ഞു അല്ലേ എന്ന് പറയുന്നതും ഇവിടെയാണ് നമ്മുടെ മാരി മറ്റൊരു കാര്യം പറയുന്നത്. ഷാനോണിനെ ബൈപ്പോളർ എന്ന് പറഞ്ഞൊരു അസുഖമായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾക്ക് താങ്ങാൻ കഴിയാത്ത രീതിയിലുള്ള ചിലവാണ് അതിനു വേണ്ടിയിട്ടുള്ളത്. ഒരുപാട് ഡോക്ടർമാരുടെ അടുത്തേക്ക് അവളെ കൊണ്ടുപോയിട്ടും ഒരു ബലം ഉണ്ടായില്ല. അതിനെ സഹായിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഷാനോൻ കുട്ടിക്കാലത്ത് തന്നെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയത്. പിന്നീട് ഈ രീതിയിൽ പല ജോലികളും അവൾ ചെയ്യാനും തുടങ്ങിയത്. അപ്പോൾ ഷെറി പറയുന്നുണ്ട്, അപ്പോൾ എൻ്റെ ചേച്ചിക്ക് വേണ്ടത് ഒരു സ്നേഹം മാത്രമായിരുന്നു. അമ്മയെ കൊണ്ട് ഒരിക്കലും അത് കൊടുക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് അവൾ ഈ വീട് വിട്ടു പോയത്. പക്ഷെ നിങ്ങളത് ചെയ്തില്ല എന്ന് പറയുമ്പോഴത്തേക്കും മാരി പറയും, എന്നെ കൊണ്ട് ആ ഒരു ചിലവ് താങ്ങാൻ കഴിഞ്ഞില്ല, അതുകൊണ്ടാണ് ഞാൻ അവളെ വിട്ടുകൊടുത്തതെന്ന് പറയുമ്പോൾ ഷെറി ചോദിക്കുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ സാറയ്ക്ക് ഒരു അസുഖമുണ്ടല്ലോ, അവളെയും അമ്മ ഇതുപോലെ വിട്ടുകൊടുക്കുമെന്ന് ചോദിക്കുമ്പോൾ അതിന് മറുപടി പറയാനായിട്ട് മാരിയെ കൊണ്ട് കഴിയുന്നില്ല. ഇപ്പൊ അത് കഴിഞ്ഞ് അടുത്ത സീനിൽ കാണിക്കുമ്പോൾ മരിച്ച പെൺകുട്ടികളുടെ കുടുംബവും എല്ലാവരും അവർ മരിച്ചു കിടന്ന ആ ഒരു സ്ഥലത്ത് വന്നിട്ട് എന്തൊക്കെയോ പ്രാർത്ഥന കാര്യങ്ങളൊക്കെ ചെയ്യാണ്. അതിൽ കാണാതായിട്ടുള്ള ഷാനോണിനെ പറ്റിയും എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം കണ്ട മാരി ആണെങ്കിലോ കാറിലിരുന്ന് കരയുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് തന്റെ മക്കളെ വിളിച്ച് മാരി അവിടെ നിന്ന് തിരിച്ചു വരികയാണ്. ഇതോടെ തന്നെ മാരി ഒരു കാര്യം തീരുമാനിച്ചു, ഷാനോൻ എന്തായാലും ഇനി ഇല്ലാന്ന്. ഇനി അവളെ പറ്റി ആലോചിച്ച് അവളുടെ പിറകെ പോയിട്ട് തന്റെ ജീവിതം നശിപ്പിക്കാണ്ട് കഴിയത്തില്ല. തനിക്ക് 2 പെൺമക്കളും കൂടിയുണ്ട്, അവരെ കാര്യം നോക്കണമെന്ന് തീരുമാനിച്ച് ഇനി അവർക്ക് വേണ്ടി ജീവിക്കാൻ തുടങ്ങും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ 1 വർഷത്തിന് ശേഷമാണ് കാണിക്കുന്നത്. ഇപ്പൊ മാരി അവളുടെ മക്കളുമായിട്ട് നല്ല സാധാരണ ഒരു സമാധാനപ്പെട്ട ജീവിതമാണ് ജീവിക്കുന്നത്. അങ്ങനെ ഇരിക്കുന്ന ഒരു ദിവസമാണ് ജോ എന്ന് പറഞ്ഞിട്ട് ആ ഒരുത്തൻ മാരിയെ വിളിക്കുന്നു. അവൻ പറയുന്നത് എന്താണെന്നറിയോ, ഡോക്ടർ ഹാക്കറ്റ് അയാളുടെ വീടും സ്ഥലവും വിൽക്കാൻ പോകുന്നു. എന്നിട്ട് അയാൾ ഇവിടെ നിന്ന് പോകാൻ പോവാണ്. അതുകൊണ്ട് അയാളോട് സംസാരിക്കാനുള്ള അവസാനത്തെ ചാൻസ് ആണിത്, അതൊരിക്കലും നഷ്ടപ്പെടുത്തരുത് എന്ന് പറയുന്നത് മാരി അടുത്തതായിട്ട് ഹാക്കറ്റിനെ കാണാൻ വേണ്ടി അയാളുടെ വീട്ടിലേക്ക് പോകും. അങ്ങനെ വീട്ടിലേക്ക് ചെല്ലുമ്പോഴത്തേക്ക് ഹാക്കറ്റ് പറയുന്നത്, ഓ, അപ്പോൾ നിന്റെ മകളെ ഞാൻ ഫോളോ ചെയ്തെന്നാണ് നീ പറഞ്ഞു വരുന്നത്. നിനക്ക് എന്ത് വേണമെങ്കിലും ഇവിടെ സംസാരിക്കാം, പക്ഷേ ദേ ഇത് നോക്ക്, എന്റെ കാല് ഈ അവസ്ഥയാണ്, ഇത് വെച്ചിട്ട് ഞാൻ അവളെ ഫോളോ ചെയ്ത് പോയെന്ന് നീ പറയുവാണോ? എന്റെ ചെറുപ്പത്തിലെ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ഒരുപാട് പേരുടെ ജീവൻ രക്ഷിക്കാൻ ശ്രമിച്ചു എന്നെല്ലാം പറയുമ്പോഴത്തേക്കും മാരി ചുറ്റിനും നോക്കുമ്പോൾ കുറച്ച് ടൂൾസ്, ഗ്ലൗസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവിടെ ഇരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഇതുകൂടി കാണുമ്പോഴത്തേക്കും മാരിക്ക് കുറച്ചുകൂടി സംശയം കൂടുകയാണ് ചെയ്യുന്നത്. അപ്പൊ അയാൾ വന്നിട്ട് പറയും, അതെ, ഞാനും ഒരുപാട് പേരെ സഹായിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോ നിന്റെ ലൈഫിൽ നീയാണ് ഹീറോ. കാരണം ഷാനോണിന് വേണ്ടി നീ എന്തോരം കഷ്ടപ്പെടുന്നുവെന്ന് എനിക്കറിയാം, അതും ഒരു അമ്മയായിട്ട്. ഇതെല്ലാം കേൾക്കുമ്പോൾ മാരിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. അത് കഴിഞ്ഞ് മാരി നേരെ പോകുന്നത് ഡോർമനെ കാണാൻ വേണ്ടിയിട്ടാണ്. ഡോർമൻ ആണെങ്കിൽ ഇപ്പൊ തന്റെ ജോലിയിൽ നിന്നും അയാൾ റിട്ടയർ ചെയ്യാൻ പോകുന്നു. ഇപ്പൊ മാരി ഇവിടെ വന്നിട്ട് ഡോർമനോട് ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാല്, നിങ്ങൾ എന്തുകൊണ്ട് ആ സ്ഥലത്തെ ഒരു വീട് മാത്രം പരിശോധിച്ചില്ല, അതും ഹാക്കറ്റിന്റെ വീട്, എന്തുകൊണ്ട് അത് ചെയ്യാത്തതെന്ന് ചോദിക്കുമ്പോൾ ഡോർമൻ പറയും, അയാളൊരു അറിയപ്പെടുന്ന ഒരു മനുഷ്യനല്ലേ, അതുമല്ല അത്യാവശ്യം 100 പൗണ്ടുള്ള ഒരു പെൺകുട്ടിയെ അയാൾ പൊക്കിയെടുക്കുമെന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാല്. അപ്പോൾ മാരി പറയും, പക്ഷേ ഹാക്കറ്റ് താമസിക്കുന്ന ആ ഒരു വീടിനടുത്ത് നിന്നാണ് ഷാനോന്റെ ആ ഒരു ജാക്കറ്റ് കിട്ടിയത്. അതിലെ അയാളുടെ DNA എന്തെങ്കിലും നിങ്ങൾ പരിശോധിച്ചിരുന്നു? കാരണം ആ ഒരു ജാക്കറ്റിന്റെ ഒരു ഭാഗം കീറിയിട്ടുണ്ട്. അപ്പോൾ ഈ പോലീസുകാരൻ പറയുന്ന കാര്യം എന്താണെന്നറിയോ, സോറി മാഡം, ഷാനോണിനെ കാണാനില്ല എന്നുള്ള ഒരു കേസ് ആയതുകൊണ്ട് തന്നെ ആ ഒരു ജാക്കറ്റ്
ഞങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് ഒരു പോലീസുകാരുടെ കയ്യിൽ നിന്ന് ഇത് നഷ്ടപ്പെടണമെന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും എന്ന് മാരി പെട്ടെന്ന് ദേഷ്യപ്പെട്ട്, നിങ്ങൾക്ക് കഴിവില്ലാത്തതാണോ അതോ മനഃപൂർവ്വം എന്തെങ്കിലും മറച്ചു വയ്ക്കാൻ ശ്രമിക്കുന്നതാണോ? എന്തായാലും മാർഷിനെ പറ്റി അയാളുടെ വീടിന്റെ അടുത്ത് അന്വേഷിച്ചേ മതിയാവൂ. ഇല്ലാന്നുണ്ടെങ്കിലേ കേസിനെ പറ്റിയുള്ള ഈ ഒരു അപാകതകളെ ചൂണ്ടിക്കാട്ടി ഞാൻ ഉടനെ തന്നെ ചാനലുകളുടെ അടുത്തേക്ക് പോകുമെന്ന് പറയുന്നത്. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് 1-2 ദിവസം കഴിയുമ്പോഴത്തേക്കാണ് നമ്മുടെ മാരി കാറിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പോലീസ് വണ്ടികളെല്ലാം ഈ സ്ഥലത്തേക്ക് പോകുന്ന ആ ബീച്ചിന്റെ സൈഡിലേക്ക് എന്താണെന്ന് കാണിക്കുമ്പോഴത്തേക്കാണ് പോലീസ് എന്തായാലും ആക്ഷൻ എടുത്തു. ആ സ്ഥലം കൂടി പരിശോധിക്കാനായിട്ട് പോലീസ് ഇപ്പോൾ തയ്യാറാവുകയാണ്. ഇപ്പോൾ കേസ് മൊത്തത്തിൽ വരുന്നത് ഇങ്ങനെയാണ്. ഷാനോൺ എന്ന് പറഞ്ഞ പെൺകുട്ടി ഓക്ക് ബീച്ചിന്റെ അടുത്തുള്ള ഒരു വീടിന്റെ അടുത്തേക്ക് തന്റെ ക്ലയന്റിനെ കാണാനായിട്ട് പോകുന്നു. അവിടെ വെച്ചിട്ട് ആ പെൺകുട്ടിക്ക് എന്തോ സംഭവിക്കുന്നു. അവൾ അവിടെ നിന്ന് ഓടിപ്പോകുന്നതായിട്ട് റിപ്പോർട്ട് ചെയ്ത് അത് കഴിഞ്ഞ് ഷാനോണിനെ പറ്റി അന്വേഷിച്ച് ആ സ്ഥലത്തെത്തുമ്പോൾ പോലീസ് കണ്ടുപിടിക്കുന്നത് 4 പെൺകുട്ടികളുടെ ശരീരമാണ്. അത് കഴിഞ്ഞ് തിരിച്ചറിയാത്ത മറ്റൊരു സ്ത്രീയുടെ ശരീരവും അവർ അതേ സ്ഥലത്ത് നിന്ന് കണ്ടുപിടിക്കുന്നുണ്ട്. ഇപ്പോൾ 1 വർഷത്തിന് ശേഷം വീണ്ടും ഷാനോണിന്റെ ശരീരം അവിടെ നിന്ന് കണ്ടുപിടിക്കാൻ കഴിയൂലേ എന്നറിയാൻ വേണ്ടി പോലീസുകാർ ഇപ്പോഴും പരിശോധന നടത്തുകയാണ്. അങ്ങനെ അവസാനം പോലീസുകാർ ഷാനോണിന്റെ ഐഡിയും കാര്യങ്ങളെല്ലാം അവിടെ നിന്ന് കണ്ടുപിടിക്കുന്നുണ്ട്. ഇതുകൂടി കാണുന്നതും മാരിക്ക് മനസ്സിലായി ഇനിയിപ്പോൾ ഷാനോണിനെ പ്രതീക്ഷിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല, അവൾ എന്തായാലും ഇനി ജീവനോടെ ഉണ്ടാവത്തില്ലെന്ന്. അപ്പൊ എന്തായാലും ഷാനോണിന്റെ ശരീരം അവിടെ നിന്ന് തന്നെ കണ്ടുപിടിക്കാം എന്ന് പോലീസും പറഞ്ഞിട്ട് ഇപ്പൊ അത് കഴിഞ്ഞ് മാരി തന്റെ മക്കളോടും ഈ കാര്യമെന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ അടുത്ത ദിവസം ഇവൻ ആ ഒരു സ്ഥലത്തിനുള്ളിലേക്ക് നടന്നു ചെല്ലുമ്പോൾ കാണുന്നത് എന്താണെന്നറിയോ? ഷാനോണിന്റെ ശരീരവും അവിടെ നിന്ന് കണ്ടെടുക്കുന്നു. അങ്ങനെ ഇത് കഴിഞ്ഞ് കാണിക്കുമ്പോഴത്തേക്കും മറ്റു പെൺകുട്ടികളുടെ കുടുംബവും എല്ലാവരും ഒത്തുചേർന്ന് ഇപ്പോൾ നമ്മുടെ മാരിയെ സപ്പോർട്ട് ചെയ്യാണ്, അവളെ സമാധാനിപ്പിക്കുകയാണ്. അത് കഴിഞ്ഞ് ഇവരെല്ലാവരും ചാനലുകളോട് പറയുന്നത് എന്താണെന്നറിയോ? ഇതിനെല്ലാം കാരണം പോലീസിന്റെ അനാസ്ഥയാണ്. എന്റെ മകൾ അവസാനമായിട്ട് പോലീസിനെ വിളിച്ചിട്ട് അവളെ ഇന്ന് സഹായിക്കാൻ പോലും തയ്യാറായില്ല. കൂടാതെ ഈ ഒരു കേസ് പോലും അവര് നല്ലതുപോലെ നോക്കിയില്ല. അതുകൊണ്ട് ഇനി മുതലെങ്കിലും പോലീസ് ഇങ്ങനെ ഒരു കാര്യം ഒരിക്കലും ചെയ്യരുത്. അങ്ങനെയാണെങ്കിൽ ഒരുപാട് പെൺകുട്ടികളുടെ ജീവനെ രക്ഷിക്കാൻ കഴിയുമെന്നും പറഞ്ഞ് അവരവിടെ നിന്ന് പോകുന്നതും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഷാനോന്റെ അവശിഷ്ടങ്ങളിൽ വെച്ച് പോസ്റ്റ്മോർട്ടം നടത്തുമ്പോൾ അവൾ മരിച്ചതിന് കാരണം അവളുടെ കഴുത്തിലെ പരിക്കുകൾ അവളെ കഴുത്ത് ഞെരിച്ച് കൊന്നാണെന്ന് പോലീസ് കണ്ടുപിടിക്കും. അതേപോലെ ഷാനോന്റെ ശരീരത്തിൽ നിന്നും ഡ്രഗ് ഉള്ളതായിട്ടുള്ള ഒരു എവിഡൻസും അവർക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതേപോലെ 16 വിക്ടിംസിന്റെ ശരീരങ്ങളാണ് ആ സ്ഥലത്ത് നിന്ന് കണ്ടുപിടിച്ചത്. ഇതെല്ലാം ചെയ്യാൻ കാരണം ഒരു സീരിയൽ കില്ലറാണെന്നും ഇതുവരെയും ആ ഒരു സീരിയൽ കില്ലറെ കണ്ടുപിടിക്കാനുള്ള തെളിവുകളോ മറ്റൊന്നും പോലീസ് കണ്ടുപിടിച്ചിട്ടില്ല. അത് കഴിഞ്ഞുള്ള ഫോൺ റെക്കോർഡുകളിലെ പീറ്റർ ഹാക്കറ്റ് എന്ന് പറഞ്ഞ ഒരു ഡോക്ടർ ഉണ്ടല്ലോ, അയാള് മാരിയെ വിളിച്ചിട്ട് തെറ്റായിട്ടുള്ള മരണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു കേസ് ഫയൽ ചെയ്തിരുന്നു. അത് കഴിഞ്ഞ് കാണിക്കുന്നത് ഇതൊരു റിയൽ ആയിട്ടുള്ള സ്റ്റോറിയാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ. അതിലെ റിയൽ ലൈഫിലെ യഥാർത്ഥ ജീവിതത്തിലെ മാരി എന്ന് പറഞ്ഞ ആ ഒരു സ്ത്രീയും അവരുടെ മകളായിട്ടുള്ള ഷാനോന്റെ ഫോട്ടോയാണ് നമ്മളിപ്പോൾ കാണുന്നത്. അത് കഴിഞ്ഞ് അവസാനമായിട്ട് നമ്മൾ കാണുന്നത് 2016 ജൂലൈയില് സൈക്ലോഫീനിയയ്ക്ക് വേണ്ടിയിട്ട് സാറയ്ക്ക് മരുന്നുകൾ കൊടുത്തിരുന്നു. അത് നിർത്തലാക്കിയതും മാരിയുടെ മകളായിട്ടുള്ള സാറയ്ക്ക് ഗുരുതരമായിട്ടുള്ള മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായതായിട്ടും ഇപ്പോൾ ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം റിയൽ ലൈഫിൽ സംഭവിച്ച കാര്യങ്ങളാണ്. ഇപ്പോഴും ഷെറിന്റെ നീതിക്ക് വേണ്ടിയിട്ട് മാരിയ പോരാടുന്നു കാണിച്ചുകൊണ്ടാണ് ഈ മൂവി ഇവിടെ വെച്ച് അവസാനിക്കുന്നത്. അപ്പോൾ അടുത്തൊരു നല്ല മൂവിയായിട്ട് ഉടനെ തന്നെ വരാം. അതുവരെയ്ക്കും ബൈ.